ദൈവത്തിന് സ്തുതി. കർത്താവിൽ സ്നേഹ ബഹുമാനമുള്ള ദൈവജനമേ, നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ആരോഗ്യത്തോടും കൂടി സ്വാതന്ത്ര്യത്തോടെ ഈ പന്തലിരുന്ന് ദൈവവചനം കേൾക്കുവാൻ നമുക്ക് വീണ്ടും അവസരം ലഭിച്ചതിനെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ സമയത്തെക്കുറിച്ച് ഇന്നലെ പല ആളുകൾ നമുക്ക് 8:30 മണിയാകുമ്പോൾ 8:30 ആകുമ്പോൾ തീരത്തക്കവണ്ണം നമ്മുടെ കൺവെൻഷൻ്റെ എല്ലാ പ്രോഗ്രാമും ക്രമീകരിക്കണം എന്ന് സൂചിപ്പിച്ചു. അതെന്നോട് തന്നെ പറയാനുള്ള കാരണം അധ്യക്ഷ പ്രസംഗത്തിൽ കൂടുതൽ സമയം ഞാൻ എടുക്കുന്നു എന്നുള്ളത് എനിക്കും തോന്നി. അതുകൊണ്ട് ഇന്നു മുതൽ നമ്മുടെ പാട്ട് ഗായക സംഘം 6:30 എന്നുള്ളത് 6:20 ഇന്ന് ആരംഭിച്ചു. തുടർന്നുള്ള ദിവസങ്ങളിൽ അങ്ങനെയായിരിക്കും. എല്ലാം സമയം ക്രമീകരിക്കുകയാണെങ്കിൽ നമുക്ക് 8:30 നമ്മളുടെ ഈ യോഗം മംഗളമായി സമാപിക്കാം. ചില ആളുകൾ അല്ലെങ്കിൽ കുറേ ആളുകൾ എങ്കിലും ബസ്സിൽ വരുന്നവരുണ്ട്. അവർക്ക് വരുന്നതിനും പോകുന്നതിനും അത് സഹായകരമാകും എന്നുള്ളത് കൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു ക്രമീകരണം ചെയ്തിരിക്കുന്നത്. എല്ലാവരുടെയും സഹകരണം പറയുന്ന ആൾ ഉൾപ്പെടെ ഉണ്ടാകണം എന്ന് ദൈവനാമത്തിൽ ഓർമ്മിപ്പിക്കുന്നു. ഇന്നലെ നമ്മൾ പറഞ്ഞ ഒരു കാര്യം, എല്ലാ ദിവസവും നമ്മളൊരു വാക്യം പഠിക്കുക, അതിവിടെ വെച്ച് കാണാതെ പഠിക്കുക എന്നുള്ളതല്ല, മനസ്സിലേക്ക് പതിപ്പിക്കുക. അത് നമ്മളോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യം നമ്മൾ ജീവിതത്തിൽ പ്രായോഗികമാക്കുവാനായിട്ട് ശ്രമിക്കുക. അതിൻ്റെ ഭാഗമായി നമ്മൾ എടുക്കുന്ന ഓരോ തീരുമാനവും അടുത്ത കൺവെൻഷൻ്റെ ആരംഭം വരെയെങ്കിലും ഒരു വർഷം തുടർച്ചയായി എല്ലാ ദിവസവും നമ്മുടെ മനസ്സിൽ കൊണ്ടുവരണം. ഇതൊക്കെ ഒരു പക്ഷേ ബാലിശമായി നിങ്ങൾക്ക് തോന്നാം. ഇതൊക്കെയാണോ ഒരു ഭദ്രാസന കൺവെൻഷൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് തോന്നിയേക്കാം. അങ്ങനെയുള്ള തോന്നലുകൾ നമ്മുടെ മനസ്സിൽ അങ്കുരിക്കാൻ പാടില്ല. അങ്ങനെയുള്ള തോന്നലുകൾ ആദ്യം നമ്മളിൽ അങ്കുരിപ്പിക്കുന്നത് ദൈവമല്ല, സാത്താനാണ് എന്ന് നമ്മളെപ്പോഴും തിരിച്ചറിയണം. നന്മ നമ്മളെപ്പോഴും സ്വീകരിക്കാൻ തയ്യാറാണ്. ഇന്ന് നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ട വാക്യം കൊലോസ്യ ലേഖനം 4-ാം അധ്യായം 6-ാമത്തെ വാക്യമാണ്. കൊലോഷ്യൻസ് ചാപ്റ്റർ 4:6. ഓരോരുത്തരോട് നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണം എന്നറിയേണ്ടതിന് നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോടുകൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതും ആയിരിക്കട്ടെ. Let your conversation be always full of grace, seasoned with salt, so that you may know how to answer everyone. ഇത് നമുക്ക് എപ്പോഴും നമ്മൾ ആദ്യ ഭാഗങ്ങൾ ശ്രദ്ധിക്കുന്നില്ലെങ്കിലും രണ്ടാമത്തെ ഭാഗം നമ്മളെപ്പോഴും ഓർമ്മയുള്ള വാക്കുകളാണ്. നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോട് കൂടിയതായിരിക്കണം. നമ്മുടെ വാക്കുകൾ ഉപ്പിനാൽ രുചി വരുത്തിയതായിരിക്കണം. ദൈവജനമേ, ഒരു മനുഷ്യ അസ്തിത്വത്തിൻ്റെ ആകത്തുക നമ്മുടെ ആയുസ് അവസാനിക്കുമ്പോൾ നമ്മൾ എന്തെല്ലാം പറഞ്ഞു എന്നുള്ളതാണ്. We are the sum total of the words, the vocabulary we use. നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളുടെ ആകത്തുകയാണ് നമ്മൾ. ഒരു മനുഷ്യായുസ് അവസാനിക്കുമ്പോൾ നമുക്ക് യുക്തിസഹജമായി നമ്മളോട് ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ മരണത്തിന് മുമ്പ് ഒരു അവസരം കിട്ടിയാൽ നമുക്ക് മനസ്സിലാകും ഒരു കാര്യം, നമ്മൾ ഈ സംസാരിച്ചതിൻ്റെ ഒരു 75% സംസാരിക്കേണ്ടതായിരുന്നില്ല. അത് സംസാരിച്ചിരുന്നില്ലെങ്കിലും നമ്മൾ കുറച്ചുകൂടി മെച്ചമാകുമായിരുന്നു, ലോകം കുറച്ചുകൂടി അനുഗ്രഹിക്കപ്പെടുമായിരുന്നു, നമ്മുടെ ബന്ധങ്ങൾ കൂടുതൽ ശക്തമാകുമായിരുന്നു. നമുക്കറിയാം, ഈ സംസാരം ഇന്നത്തെ നമ്മുടെ ബൈബിൾ രാവിലത്തെ റിന്യൂവൽ കോൺഫറൻസിലും വന്ന ഒരാശയമാണ്. വേർഡ്സ് ക്യാൻ ബിൽഡ് ആൻഡ് വേർഡ്സ് ക്യാൻ ബ്രേക്ക്. നമ്മുടെ സംസാരം ബന്ധങ്ങളെ തകർക്കാം. നമ്മുടെ സംസാരം നമുക്ക് പാലങ്ങൾ പണിഞ്ഞ് ബന്ധത്തെ ഊട്ടി ഉറപ്പിക്കാൻ സാധിക്കും. ഇവിടെ ഇരിക്കുന്ന ആളുകളിൽ സംസാരിക്കുന്ന ഞാൻ ഉൾപ്പെടെ
നമ്മൾ വിനയത്തോടും നമ്മുടെ മനസ്സിലേക്ക് നോക്കിയാൽ നമ്മൾ മുറിപ്പെടുത്തിയ ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ വാക്കിലൂടെ. ഇപ്പോഴും ഇതിനകത്തൊരു 2 പേരെങ്കിലും കണ്ടേക്കാം. കൊട്ടാരക്കര ആയതുകൊണ്ട് എനിക്ക് ഉറപ്പിച്ച് പറയാൻ സാധ്യമല്ല, കാരണം നല്ല ആളുകളെ ഉള്ളൂ ഇവിടെ. എങ്കിലും മനുഷ്യരല്ലേ, അങ്ങനെയുള്ള സംസാരങ്ങൾ കൊണ്ട് നമ്മളുമായി സംസാരം നിർത്തിയ ആളുകളുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ ഈ രാത്രിയിൽ ഇത് കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോൾ, നിങ്ങൾ കുംഭസാരത്തിൽ കഴിഞ്ഞ ഞായറാഴ്ചയും പറഞ്ഞതാണ്, വിചാരത്തിലും വചനത്തിലും ഞങ്ങൾ ആരെയും ദുഃഖിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്ന്. ഇന്ന് തന്നെ പോയി പറയാൻ ധൈര്യം കിട്ടത്തില്ലായിരിക്കും. നിങ്ങൾ ഫോണിൽ അത് പറഞ്ഞാൽ നിങ്ങൾക്ക് വലിയ മനസ്സമാധാനം ഉണ്ടാകും. നിങ്ങൾക്ക് സ്വർഗരാജ്യം കുറച്ചുകൂടി അടുത്ത് വരുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നും. അതുകൊണ്ട് നമ്മുടെ സംസാരം വളരെ വളരെ ഗൗരവമായി നമ്മൾ എടുക്കണം. ആവശ്യത്തിനുള്ള സംസാരമായിട്ട് നമ്മൾ കുറയ്ക്കണം. ഈ ആദ്യത്തെ ദിവസത്തെ പ്രസംഗത്തിൽ ഫ്രാൻസിസ് ഓഫ് അസീസിയെക്കുറിച്ച് നമ്മുടെ പ്രസംഗകൻ ഇവിടെ സൂചിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞു, നിങ്ങളെല്ലായ്പ്പോഴും പ്രസംഗിക്കണം, എല്ലാവരോടും സുവിശേഷം പറയണം. ഇഫ് നെസസറി യൂസ് വേർഡ്സ്, ആവശ്യമെങ്കിൽ വാക്കുകൾ ഉപയോഗിക്കണം. പ്രസംഗിക്കണമെങ്കിൽ വാക്ക് വേണമെന്നാണ് നമ്മൾ ധരിച്ചിരിക്കുന്നത്. ഫ്രാൻസിസ് ഓഫ് അസീസി, സെക്കൻഡ് ക്രൈസ്റ്റ് എന്നറിയപ്പെടുന്ന ആ മഹാനായ ഭക്തനായ മനുഷ്യൻ പറഞ്ഞു, പ്രസംഗിക്കണം, സാക്ഷ്യം പറയണം, ആവശ്യമെങ്കിൽ മാത്രം വാക്കുകൾ ഉപയോഗിക്കുക. നമ്മളെ ഈ വാക്കുകളെ വല്ലാതെ ഉപയോഗിക്കുന്നു. ആ വാക്കുകൾ ഒരു പക്ഷേ നമ്മുടെ വാക്കുകളായിരിക്കും അവസാനത്തിൽ നമുക്ക് വിനയായിട്ട് തീരുന്നു. അതുകൊണ്ട് മൈൻഡ് അവർ വേർഡ്സ്, നമ്മുടെ വാക്കുകൾ നമ്മൾ കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തണം. അതുകൊണ്ട് നമ്മുടെ വാക്കുകൾ കൃപയോടുകൂടിയ വാക്കുകൾ, ഉപ്പിനാൽ രുചി വരുത്തിയ വാക്കുകൾ, നമ്മൾ ദൈവിക മാലാഖമാരെ പോലെ ആകും എന്നുള്ളതിനെക്കുറിച്ച് തർക്കമില്ല. നമ്മളൊന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. നമ്മളെ ആരെങ്കിലും വളരെ മോശമായി സംസാരിച്ചാൽ, അപ്പോൾ ആ പറഞ്ഞ ആ വാക്ക് ചീത്ത വാക്കാണ് പറഞ്ഞത്. അത് ചീത്തയാണെന്ന് എന്നോട് ആര് പറഞ്ഞു? ചീത്തയാണെന്ന് എനിക്ക് അറിയാവുന്നത് കൊണ്ടാണ് അത് ചീത്തയാണെന്ന് എനിക്ക് തോന്നിയത്. ലഡഡുടായി, അത് ഇവിടെ ഇരിക്കുന്നവർ, അത് ചീത്തയാണോ നല്ല വാക്കാണോ? നിങ്ങൾ എന്നെ ഒരു ഭൂതത്തെ നോക്കുന്നവരെ നോക്കി ചോദിക്കുന്ന ഉത്തരം പറ. നിങ്ങൾക്കറിയാൻ പാടില്ല, എനിക്കും അറിയാൻ പാടില്ല. നമുക്കറിയാത്ത ഒരു വാക്ക് ചീത്തയാണോ അല്ലയോ എന്ന് അറിയത്തില്ല. മനസ്സിലായി? അപ്പോൾ നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ഈ വലിയ പണ്ഡിതന്മാരായ ആ വിജയച്ചന്മാർ, എല്ലാവരിൽ ഒരാൾ ആ വിജയച്ചൻ പറഞ്ഞ ഒരു വാക്ക് ചീത്തയാണെന്ന് എനിക്ക് എപ്പോൾ മനസ്സിലായി, അതെനിക്കും അറിയാം. അതിനേക്കാൾ മോശമായ ചീത്ത വാക്ക് പറയാൻ എൻ്റെ വൊക്കാബുലറിയിലുണ്ട്. എന്നാൽ അച്ഛൻ ആ വാക്ക് പറഞ്ഞപ്പോൾ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഒരു അച്ഛൻ എന്നോട് അങ്ങനെ സംസാരിച്ചല്ലോ, അതിനേക്കാൾ ഡിഗ്രി കൂട്ടി ഞാൻ ഒരു ചീത്ത വാക്ക് പറയാനായിട്ട് തീരുമാനിക്കുന്നു. ആ വാക്ക് എൻ്റെ മനസ്സിൽ വന്നു. അതിങ്ങനെ മേലോട്ട് വന്നപ്പോൾ, എൻ്റെ ഈ തൊണ്ടയുടെ അവിടെ വന്നപ്പോൾ എനിക്കൊരു റിമൈൻഡർ കിട്ടി. നീ കുർബാന ചൊല്ലുന്നവനാണ്, ആ വാക്ക് ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ ഈ വാക്ക് ഇവിടെ കുടുങ്ങും. ആ കുടുങ്ങുന്ന വാക്ക് ഇവിടെ ഒരു മുറിവ് സൃഷ്ടിക്കും. ആ മുറിവാണ് രക്ഷയുടെ മുറിവ്. ആ വാക്ക് പറയാമായിരുന്നു, അത് പറയാൻ പാടില്ല. ഞാൻ ഇങ്ങനെ ഒരു വാക്ക് അങ്ങ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. ഇറ്റ് ഈസ് ദ സാക്രമെന്റൽ വൂണ്ട്. അത് ഒരു സാക്രമെന്റൽ മുറിവാണ്. ഈ സാക്രമെന്റൽ മുറിവിൻ്റെ വർധനവാണ് നമ്മളെ വിശുദ്ധരായ മനുഷ്യരായി തീർക്കുന്നത്. ഏത് വിശുദ്ധനും ഈ വാക്കുകൾ അറിയാവുന്നതാണ്. പക്ഷേ അവരെ ഒരു ഓപ്പറേഷന് വിധേയമാക്കിയാൽ അവരുടെ ഈ തൊണ്ട ഒരുപാട് മുറിവുകൾ, ആ മുറിവ് ഉണങ്ങിയ പാടുകളും നമുക്ക് കാണാം. ഇവിടെ ഇരിക്കുന്ന ദൈവജനമേ, നമ്മുടെയൊക്കെ തൊണ്ടയിൽ ചില മുറിവുകൾ ഉണ്ടാകട്ടെ. ആ മുറിവ് പറയാൻ ഞാൻ വെമ്പുന്നു, എന്നാലും ഞാൻ പറയുകയില്ല. ആ പറയുകയില്ല എന്ന് നമ്മൾ നിശ്ചയിക്കുമ്പോഴുണ്ടാകുന്ന ആ വലിയ തള്ളൽ സൃഷ്ടിക്കുന്ന ആ മുറിവ്, ഏറ്റവും കൂടുതൽ മുറിവ് ആർക്കുണ്ടോ അവരേറ്റവും നല്ല മനുഷ്യരായിരിക്കും. അവര് മനുഷ്യത്വമുള്ള മനുഷ്യരായിരിക്കും. അങ്ങനെയുള്ള മനുഷ്യർ വിടവുകളല്ല സൃഷ്ടിക്കുന്നത്, വിടവുകളിൽ ബ്രിഡ്ജ് ഉണ്ടാക്കി അവർ മനുഷ്യത്വമുള്ള മനുഷ്യരായി ബന്ധങ്ങളിൽ ആഘോഷിച്ച് ബന്ധത്തിൻ്റെ ബന്ധമായ ദൈവത്തിൽ എത്തിച്ചേരാൻ സാധിക്കും. അതുകൊണ്ട് ഇന്നത്തെ നമ്മളുടെ ചിന്ത ഇതാണ്: ദൈവമേ, അരുതാത്ത വാക്കുകൾ പറയാതിരിക്കുവാൻ എന്നെ സഹായിക്കണം. കൃപയോടുകൂടി സംസാരിക്കുവാൻ എനിക്കിടയാകണം. ആരെയും വേദനിപ്പിക്കുന്ന വാക്കുകളിൽ നിന്ന് പുറപ്പെടുകയില്ല. അങ്ങനെ നന്മയുടെ സൗന്ദര്യമുള്ള വാക്കുകൾ പറഞ്ഞ്
മറ്റു മനുഷ്യർക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന വാക്കുകൾ പറഞ്ഞ് ഒരൊറ്റ നല്ല വാക്ക് പറഞ്ഞാൽ തീരുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഈ പുരുഷന്മാരൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ വഴി കാണണം. സോറി മാത്യൂസേ, അങ്ങനെ അങ്ങ് പറ്റിപ്പോയി, നീ ക്ഷമിക്കണമെന്ന് പറഞ്ഞാൽ തീരുമായിരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നാൽ മറു സൈഡിൽ സാത്താൻ നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും, നീ അങ്ങനെ പറയത്തക്കോണം, നീ ചെറുതല്ല, നീ വലിയ ആളാണ്, അവനോടൊന്നും അങ്ങനെ പറയേണ്ട കാര്യമില്ല. അങ്ങനെ വലിയതായി ആരെയും ദൈവം ഈ ലോകത്തിൽ സൃഷ്ടിച്ചിട്ടില്ല, ഇനിയും സൃഷ്ടിക്കുകയില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ തീരുമാനം എന്താണ്? ഇവിടെ ഇരിക്കുന്നത് എനിക്ക് ഇന്നലെ അങ്ങ് ഇഷ്ടപ്പെട്ടു പോയി. നമ്മുടെ ഈ ചട്ടയും മുണ്ടുവിട്ട ഒരു അമ്മച്ചി അവിടെ ആനന്ദത്തോടുകൂടി കേട്ടിങ്ങനെ ഉല്ലസിച്ചിരിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്, ഇല്ലേ? നമ്മുടെ ഇന്നത്തെ തീരുമാനം, ഞങ്ങളുടെ ഞങ്ങൾ ഇനി ഉപയോഗിക്കുന്ന വാക്കുകൾ എങ്ങനെയായിരിക്കും? അത് കൃപയോടുകൂടിയതായിരിക്കും, അത് ഉപ്പിനാൽ രുചി വരുത്തതായിരിക്കും. ഇന്നു മുതൽ എൻ്റെ ആയുസ്സിൽ ഞാൻ അറിഞ്ഞുകൊണ്ട് ആരെയും വേദനിപ്പിക്കുന്ന സംസാരം ഉണ്ടാകുകയില്ല. അങ്ങനെയുള്ള കൃപയുള്ളവരായിട്ട് നമുക്ക് തീരണം. അതിന് അതിനൊരൊറ്റ ചെറിയ പ്രാർത്ഥന പ്രാർത്ഥിക്കണം. സർവശക്തനായ ദൈവമേ, എൻ്റെ ഈ ആധുരത്തിന്, എൻ്റെ ഈ നാവിന്, എൻ്റെ ഈ വായ്ക്ക് നിന്റെ മാലാഹയുടെ കാവൽ നിർത്തണമേ, അരുതാത്തതൊന്നും പറയാതിരിക്കാൻ. അങ്ങനെയാണെങ്കിൽ അവിടെ ഇരിക്കുന്ന ആ സ്ത്രീകൾ അടുത്ത വർഷത്തെ കൺവെൻഷന് വരുമ്പോൾ നിങ്ങൾ ഗബ്രിയേൽ മാലാഹ ആകത്തില്ലായിരിക്കും, എന്നാൽ അതിനോട് അടുത്ത് വരുന്ന അൽഫോൺസമ അമ്മമാരായി നിങ്ങൾ തീരുമെന്നുള്ളതിനെ കുറിച്ച് തർക്കമില്ല. ഇതൊന്നും ലളിതമായി എടുത്തുകൊണ്ട് ആരും പോകരുത്. ഇത് സാരമില്ലല്ലോ, ഇതൊക്കെ നമുക്കറിയാം, ഇന്ന് നമുക്ക് ആർക്കും തോന്നരുത്. ഇന്നത്തെ തീരുമാനം എന്താണ്? അത് പറഞ്ഞ് അവസാനിപ്പിക്കുക, അപ്പോൾ എൻ്റെ സമയം തീരും. ഇവിടെ ഇരിക്കുന്ന സ്ത്രീകൾ, ഇന്നത്തെ തീരുമാനം എന്താണ്? ഞങ്ങളുടെ വാക്ക് എപ്പോഴും കുറച്ച് കൃപയോട് കൂടിയതായിരിക്കും. ഞങ്ങളുടെ വാക്ക് ഉപ്പിനാൽ രുചി വരുത്തുക, സൗന്ദര്യമുള്ള വാക്കുകൾ, സ്വാതന്ത്ര്യം വരുത്തുന്ന വാക്കുകൾ, ആരെയും മുറിപ്പെടുത്താത്ത വാക്കുകൾ നോക്കണം. എന്താണ് നമ്മുടെ പ്രാർത്ഥന? അപ്പോൾ നമുക്ക് സംഭവിക്കുന്നതെന്ന് ഇതെല്ലാം നമുക്കറിയാം. നമ്മൾ പറയാൻ നമ്മുടെ തൊണ്ടയിൽ ഇങ്ങനെ ആവേശം കൊള്ളുന്ന വാക്കിനോട് നോ, അത് വിശുദ്ധ കുർബാന സ്വീകരിച്ച വായിലൂടെ പാടില്ല. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഒരു മുറിവിന് ഞാനൊരു വാക്കുണ്ടാക്കിയായിരുന്നു. എന്താ പറഞ്ഞത്? ആ മുമ്പിലത്തെ ബെഞ്ചിൽ കസേരയിലിരിക്കുന്ന ആളുകൾ എന്താ പറഞ്ഞത്? നിങ്ങൾക്ക് കേൾക്കാമോ? കേൾക്കാം. സാക്രമെന്റൽ വൂൺസ്, മനസ്സിലായോ? ആ മുറിവ് നമ്മുടെ രക്ഷയുടെ അടയാളമായി തീരും. യേശു ക്രിസ്തുവിന്റെ ശരീരത്തിൽ മുറിവുണ്ടായിരുന്നു. ആരെയും ഉപദ്രവിച്ചതിന്റെ മുറിവല്ല, രക്ഷയ്ക്ക് കൊടുത്ത വിലയുടെ മുറിവാണ്, ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇത് നമ്മുടെ രക്ഷയുടെ മുറിവായി തീരട്ടെ. നമുക്ക് ദൈവകൃപ ധാരാളം ഉണ്ടാകട്ടെ. വളരെ അന്യനെ നമ്മളെക്കാൾ ശ്രേഷ്ഠരായിട്ട് എണ്ണി അവരോട് നമുക്ക് സംസാരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. നമുക്ക് ദൈവരാജ്യത്തിലെത്താം. നന്മയുടെ പ്രഘോഷകരും പ്രവാചകരുമായി തീരാം. ദൈവം അതിന് നമ്മളെ സഹായിക്കട്ടെ. ഇപ്പോൾ പാട്ട് പാടുന്നതും ആ സമയത്ത് സ്തോത്ര കാഴ്ച സ്വീകരിക്കുന്നതുമാണ്. അതിനുശേഷം ഇന്നത്തെ നമ്മുടെ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് ബഹുമാനപ്പെട്ട ഷാജി തോമസച്ചനാണ്. അച്ഛന് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും സുപരിചിതനാണ്. ഈ വേദിയിൽ എത്രയോ പ്രാവശ്യം അച്ഛൻ പ്രസംഗിച്ചിട്ടുണ്ട്. അച്ഛൻ വന്നതിലുള്ള സന്തോഷം അറിയിക്കുകയും സ്തോത്ര കാഴ്ചയ്ക്ക് ശേഷം അച്ഛൻ ഇന്നത്തെ പ്രധാന പ്രസംഗം നിർവഹിക്കുകയും ചെയ്യുന്നതാണ്.